ഫാസ്ടാഗ് എന്നുള്ള സംവിധാനം ലോ ടാഗ് എന്നൊരു സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികൾ അവിടെ നിർത്തിയിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാണ് ഇവിടുത്തെ അധികൃതരൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വിടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലം ടോൾ പ്ലാസയുടെ മുന്നിലാണ്. ഇവിടെ ഒരുപാട് നാളായി ഫാസ്ടാഗ് സംവിധാനം പ്രവർത്തിക്കുന്നില്ല. ഈ ഫാസ്ടാഗ് സംവിധാനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ, യാത്രക്കാർക്ക് വേഗം അവർ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് ഈ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ ഇത് പ്രവർത്തിക്കുന്നില്ല. അവർ മാനുവലായിട്ട് തന്നെ ഇവിടുന്ന് എഴുതി യാത്രക്കാരെ വിടുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. മാനുവലായിട്ട് തന്നെ ഫാസ്ടാഗ് സംവിധാനം ഇവിടെ നടപ്പിലാക്കുമ്പോൾ യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. ഈ ഫാസ്ടാഗ് എന്നുള്ള സംവിധാനം ലോ ടാഗ് എന്നൊരു സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വണ്ടികൾ അവിടെ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, വണ്ടികൾ അവിടെ നിർത്തിയിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാണ് ഈ ഇവിടുത്തെ അധികൃതരൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ അവർ വലിയൊരു ബുദ്ധിമുട്ട് തന്നെ നേരിടുന്നത്. കാരണം അതിനാണ് അവർ ഫാസ്ടാഗ് എന്നൊരു സംവിധാനം കൊണ്ടുവന്നത്, പെട്ടെന്ന് തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി. പക്ഷേ അതിവിടെ നടപ്പിലാകുന്നില്ല. പിന്നെ മാനുവലായിട്ട് ഇവിടുന്ന് ഫാസ്ടാഗ് കൊടുത്തയക്കുമ്പോൾ ഈ എക്സ്ട്രാ പൈസയും വാങ്ങുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സാമ്പത്തികമായിട്ടും യാത്രക്കാർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കിയേക്കാം. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര MP, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.